ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്തെങ്കിലും ഡിവൈൻ മെസ്സേജ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്കുണ്ടോ എന്ന് ടാപ്പ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. എനർജി ചെക്കിംഗ് ആണ്. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. നിങ്ങളുടെ ലൈഫ് ഇവൻറ്റ്സുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. മണി റിലേറ്റഡ് ആയിട്ട് ബിസിനസ്, എഡ്യൂക്കേഷൻ, കരിയർ, പ്രോപ്പർട്ടി, ഹെൽത്ത്, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ചില ഗുഡ് ന്യൂസസ് വരും എന്നാണ് എനിക്ക് ആദ്യം തന്നെ കിട്ടിയ എനർജി. പല കാര്യങ്ങളുടെയും ഒരു സോളിഡ് ഫൗണ്ടേഷൻ നിങ്ങൾ ഇട്ട് തുടങ്ങുന്നുണ്ട്. ഓക്കെ, ടോറസ്, വിർഗോ ആൻഡ് കാപ്രിക്കോൺ ആണ് ഇവിടുത്തെ മീൻസ് സോഡിയാക് സൈൻസ്. അതുപോലെ നിങ്ങൾ ഫിനാൻസിന് വേണ്ടിയിട്ട്, അവസരങ്ങൾക്ക് വേണ്ടിയിട്ട്, സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടെല്ലാം മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഓക്കെ, രണ്ടാമതെന്ന് വെച്ചാൽ 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇവിടെ നിങ്ങളെ പാസ്റ്റിലുള്ള ചില ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് ചില റീയൂണിയൻസ്, സെലിബ്രേഷൻസ് ഇവിടെ എല്ലാം കാണുന്നുണ്ട്. കുറച്ച് നല്ല നിമിഷങ്ങൾ, ഹാപ്പി ടൈം, പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, ഗുഡ് എനർജീസ് എല്ലാം നിങ്ങൾക്ക് മുന്നിലോട്ട് വരും. ഓക്കെ, 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഫ്രണ്ട്ഷിപ്സ്, കൊളാബറേഷൻസ്, പണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചില ആളുകൾ തിരിച്ചു വരുന്നതായിട്ടാണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. മൂന്നാമതെന്ന് വെച്ചാൽ നൈറ്റ് ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. നൈറ്റ് ഓഫ് വാണ്ട്സ് എന്ന് വെച്ചാൽ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടി ബെറ്ററായിട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്. ആക്ഷൻസ് എന്തെങ്കിലും എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എടുക്കുക. ചില ആക്ഷൻസ് താമസിക്കുമ്പോൾ പിന്നെ അത് ബുദ്ധിമുട്ടായിട്ട് വരും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ, പ്ലാൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നൈറ്റ് ഓഫ് വാണ്ട്സ് നിങ്ങളോട് പറയുന്നത്. എനർജി എന്ന് പറയുന്നത് പാഷൻ, ഇൻസ്പയർഡ് ആക്ഷൻ, അഡ്വെഞ്ചർ, ഇതൊക്കെയാണ് ഇതിൻ്റെ എനർജി എന്ന് പറയുന്നത്. നൈറ്റ് ഓഫ് വാണ്ട്സിൻ്റെത് സ്കോർപ്പിയോ ആൻഡ് സാഗിറ്റേറിയസ് ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. പിന്നെ നമുക്ക് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. 9 ഓഫ് കപ്സ് എന്ന് വെച്ചാൽ ഇതൊരു വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡാണ്. നിങ്ങളുടെ പല ആഗ്രഹങ്ങളും സാധിക്കും. മാനിഫെസ്റ്റേഷൻ ചെയ്യൂ, നിങ്ങൾക്ക് സാധിക്കാനുള്ള ഒരു എനർജി ഇപ്പോൾ കാണുന്നുണ്ട്. നിങ്ങളുടെ ഹാർഡ് ടൈംസ് എല്ലാം ലെഫ്റ്റ് ബിഹൈൻഡായി. ഇപ്പോൾ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ സമയമാണെന്നാണ് പറയുന്നത്. ജോയ്ഫുൾ ഫുൾഫിൽമെൻറ്റ് ഇതിൻ്റെയൊക്കെ ഒരു സമയമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പൈസസ് ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. ഓക്കെ, കണ്ടെൻമെൻറ്റ്, സാറ്റിസ്ഫാക്ഷൻ, വിഷസ് കം ട്രൂ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കും. ഓക്കെ, മാനിഫെസ്റ്റേഷൻ ചെയ്യുക. ഇനി അതിൻ്റെ അടുത്ത് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ 7 ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് ചില ഇല്യൂഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ട്. ചില അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ചില ആൾക്കാർ നിങ്ങൾക്ക് ഒരുപാട് പ്രോമിസസ് ഒക്കെ തരുന്നുണ്ട്. ഒരുപാട് കാശ് തരാം, അതുപോലെ ഫെയിം പ്രോമിസസ് ചെയ്യുന്നുണ്ട്, പവർ പ്രോമിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ അത് കറക്റ്റാണെന്ന് തോന്നും. പക്ഷേ നിങ്ങളൊന്നും കൂടെ ഡീപ്പറായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നതെന്ന്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അതുപോലെ ഇവിടുത്തെ സോഡിയാക് സൈൻ എന്ന് പറയുന്നത് സ്കോർപ്പിയോ ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. പേജ് ഓഫ് സോഡ്സ് എന്ന് വെച്ചാൽ ചില ഗുഡ് ന്യൂസസ് നിങ്ങൾ പ്രതീക്ഷിച്ച് നിൽപ്പുണ്ട്. ആ ന്യൂസ് കിട്ടിയിട്ട് വേണം നിങ്ങൾക്ക് മുന്നോട്ട് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. ചില പ്ലാനിങ്സ് ഒക്കെ നിങ്ങൾ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളത് കേൾക്കാൻ വേണ്ടിയിട്ട് പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട്. ക്യൂരിയോസ് ആയിട്ട് പല കാര്യങ്ങളും അത് കേട്ടിട്ട് വേണം, ആ കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ട് വേണം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ എന്നാണ് എനിക്ക് മനസ്സിലായത്. ജെമിനി, ലിബ്ര ആൻഡ് അക്വേറിയസ് ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. പിന്നെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ കിങ് ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. കിങ് ഓഫ് വാണ്ട്സ് എന്ന് വെച്ചാൽ ഒരു ഗോൾ, ഒരു ക്ലിയർ വിഷൻ എല്ലാം സെറ്റ് ചെയ്തിട്ട് ആ ഗോളിന് വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ടാണ് ഈ എനർജി പറഞ്ഞു തരുന്നത്. ഓക്കെ, നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അതിന് തൊട്ടടുത്ത് വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇതെന്ന് വെച്ചാൽ ചില ന്യൂ ബിഗിനിങ്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ തന്നെ ഉണ്ടാവും.
ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഒരു പുതിയ ജോബ്, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജോബ് മാറിയിട്ട് പുതിയൊരു ജോബ്. പക്ഷേ എന്ത് ചെയ്തിരുന്നാലും നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി കൂടുതൽ പണം ലഭിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ടോറസ്, വിർഗോ ആൻഡ് കാപ്രിക്കോൺ ആണ് ഇവിടുത്തെ എനർജി, സോഡിയാക് സൈൻസ്. പിന്നെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് വാൺസ് ആണ്. ഏസ് ഓഫ് വാൺസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിലൂടെ ഒരുപാട് പുതിയ പുതിയ ആശയങ്ങൾ ഇങ്ങനെ ഒഴുകുന്നതായിട്ടാണ് ഇത് പറയുന്നത്. ഒരുപാട് മോട്ടിവേഷൻസ്, ഇൻസ്പിറേഷൻസ് എല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇപ്പോൾ ഒരു പുതിയൊരു പാത്ത് നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഓപ്പൺ ടു ഓപ്പർച്യൂണിറ്റീസ്, അതാണ് ഇവിടുത്തെ ഒരു എനർജി ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ കാത്തിരിക്കുന്നു, നിങ്ങൾക്കത് കിട്ടുകയും ചെയ്യും. ഓക്കെ, എരീസ്, ലിയോ ആൻഡ് സാജിറ്റാരിയസ് ആണ് ഇവിടുത്തെ സോഡിയാക്സ്. പിന്നെ വന്നിരിക്കുന്നത് ഒരു ലവേഴ്സിൻ്റെ കാർഡാണ്. ലവേഴ്സിൻ്റെ കാർഡ് പറയുമ്പോഴത്തേക്കും സിംഗിളായിട്ടുള്ള ആൾക്കാർക്ക് പുതിയ ഒരു ആളുമായിട്ട് പരിചയത്തിലാവാനും ഒരു റിലേഷൻഷിപ്പിലോട്ടത് പോകാനുമുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അല്ലാത്തവർക്കും ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഒരു റിന്യൂവൽ ഓഫ് എ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ഒരു സോൾമേറ്റുമായിട്ട് നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു എനർജി കാണുന്നുണ്ട്. ഇപ്പോൾ തുടങ്ങുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് കമ്മിറ്റ്മെൻറ്റിലോട്ടോ അല്ലെങ്കിൽ മാരേജിലോട്ടോ ഒക്കെ പോകാനുള്ളൊരു സാധ്യത ഞാനിവിടെ കാണുന്നുണ്ട്. ജെമിനിയാണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ ബൈ ആൻഡ് ടേക്ക് കെയർ.